വാർത്തയാണ്. ഗസ സമാധാന സമിതി നോമിനികളിൽ എതിർപ്പുമായി ഇസ്രായേൽ. സമിതിയിൽ ഇസ്രായേൽ അംഗങ്ങളെ ഉൾപ്പെടുത്തിയില്ലെന്നാണ് ഇസ്രായേലിന്റെ പരാതി. ഗസ സമാധാന സമിതിക്ക് സാമ്പത്തിക സഹായം നൽകാൻ രാജ്യങ്ങളോട് ട്രംപ് ആവശ്യപ്പെട്ടു. ഇസ്രായേലിന് ഈ വർഷം $3.3 ബില്യൺ സാമ്പത്തിക സഹായത്തിന് അംഗീകാരം നൽകിയ US പ്രതിനിധി സഭ. ഗസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു. MC നാസർ വീണ്ടും ചേരുന്നുണ്ട്. MC, നോമിനികളുടെ കാര്യത്തിൽ ഇസ്രായേലിന് എതിർപ്പുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ടോണി ബ്ലെയറിന്റെ പേരിൽ ഉൾപ്പെടെ വലിയ എതിർപ്പ് കാണിക്കുന്നു. അത് ഇസ്രായേലിൽ നിന്ന് ആരെയും ഉൾപ്പെടുത്താത്തതാണോ അതിന്റെ കാരണമായി അറിയാൻ സാധിക്കുന്നത്? എന്താണ് ഇസ്രായേലിനുള്ള എതിർപ്പ്? ഇതിലിപ്പോൾ രണ്ടാം ഘട്ട വെടിനിർത്തൽ നടപ്പിൽ വന്നതായിട്ട് അമേരിക്ക പ്രഖ്യാപിച്ചതും അതേ തുടർന്ന് ഈ ഗസ സമാധാന സമിതി എന്ന ഈ ഒരു ബോഡിക്ക് രൂപകൽപ്പന ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതിലേക്ക് അംഗങ്ങളെ നോമിനേറ്റ് ചെയ്യുമ്പോൾ തങ്ങളുമായിട്ടുള്ളൊരു ഏകോപനം, ഒരു ചർച്ച നടന്നിട്ടില്ല എന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു അറിയിച്ചതായിട്ട് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതുമാത്രമല്ല, ഇക്കാര്യത്തിലുള്ള തങ്ങളുടെ എതിർപ്പ് അമേരിക്കൻ US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയെ ഔദ്യോഗികമായി തന്നെ അറിയിക്കാനും നെതന്യാഹു നിർദ്ദേശിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ഇതിലെ ഏറ്റവും പ്രധാനം നേരത്തെ തന്നെ സൂചിപ്പിച്ചതുപോലെ ഈ സമിതിയിൽ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന പേരുകളിൽ ഇസ്രായേലിൽ നിന്ന് ഒരാൾ പോലും ഉൾപ്പെടുന്നില്ല. നേരെ മറിച്ച് ടോണി ബ്ലെയർ ഉണ്ട്, US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഉണ്ട്, US-ന്റെ പശ്ചിമേഷ്യൻ ദൂതനായിട്ടുള്ള സ്റ്റീവ് വിറ്റ്കോഫ് ഉണ്ട്, അതോടൊപ്പം തന്നെ ട്രംപിന്റെ മരുമകനും ഉപദേശകനുമായിട്ടുള്ള ജറദ് കുഷ്ണറുണ്ട്. ഇവരൊക്കെ ഉൾപ്പെടുന്നുണ്ട്. അത് മാത്രമല്ല, ഈജിപ്ത് പ്രസിഡന്റ് അബ്ദുൽ ഫത്താഹ് അൽ സിസിയോട് ഇതിന്റെ ഭാഗമായിട്ട് മാറാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് തുർക്കി പ്രസിഡന്റ് റജബ് തൊയ്യിബ് ഉർദുഗാനോട് ഇതിന്റെ ഭാഗമായി മാറാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഏറ്റവും അവസാനം റിപ്പോർട്ട് വരുന്നത് പാക് പ്രധാനമന്ത്രിയോടും ഈ സമിതിയിൽ ഭാഗമാകാൻ ട്രംപ് നിർദ്ദേശിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ഏറ്റവും അവസാനം പുറത്തു വരുന്നത്. അപ്പോൾ എത്ര അംഗങ്ങൾ ഇതിൽ ഉണ്ടാകുമെന്നും ഇനി ഏതൊക്കെ അംഗങ്ങൾ ഉണ്ടാകുമെന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെയും ഏകപക്ഷീയമായിട്ട് ട്രംപും പിന്നെ അദ്ദേഹത്തിന്റെ ഭരണകൂടവുമാണ് തീരുമാനിക്കുന്നത്. തങ്ങൾക്കതിൽ വേണ്ട ഒരു പങ്കാളിത്തമോ ഒരു പരിഗണനയോ ലഭിച്ചിട്ടില്ല എന്നാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു അറിയിച്ചതായിട്ട് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ ഇത് പരസ്യമായിട്ടുള്ള ഒരു പ്രതികരണം നടത്തി. അതോടൊപ്പം തന്നെ ബെൻഗവർ ഉൾപ്പെടെയുള്ള തീവ്ര വലതുപക്ഷ മന്ത്രിമാരും ഇതിനെ പിന്തുണയ്ക്കുന്നാൽ ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിന് പിന്തുണയുമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. ഈ സമിതിയുമായിട്ട് തങ്ങളുടെ സഹകരണം വളരെ പരിമിതപ്പെടുത്തണം എന്നതുൾപ്പെടെയുള്ള നിർദ്ദേശങ്ങളാണ് ബെൻഗവറും സ്മോട്രിക് ഉൾപ്പെടെയുള്ള തീവ്ര വലതുപക്ഷ മന്ത്രിമാർ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് പ്രത്യക്ഷത്തിൽ ഇത് ഉണ്ടെങ്കിൽ പോലും അമേരിക്കയുമായിട്ട് ഏതെങ്കിലും അർത്ഥത്തിൽ ഇതിനൊരു ഏറ്റുമുട്ടലിന് പോകാൻ നെതന്യാഹു തയ്യാറാവുകയില്ല എന്ന് തന്നെയാണ് വൈറ്റ് ഹൗസ് വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. എന്തായാലും ബ്രസൽസിലാണ് ഇതിന്റെ ആദ്യ യോഗം അടുത്ത ദിവസം നടക്കാൻ പോകുന്നത്. ട്രംപ് തന്നെയായിരിക്കും ആ സമിതിക്ക് അധ്യക്ഷത വഹിക്കുക. അതിലേക്ക് $1 ബില്യൺ അടിയന്തരമായി കണ്ടെത്തണം. അതിന് എല്ലാ രാജ്യങ്ങളും പിന്നെ സാമ്പത്തിക സഹായം നൽകണമെന്നാണ് ഇന്ന് വൈകിട്ട് ട്രംപ് ഔദ്യോഗികമായി തന്നെ അറിയിച്ചിരിക്കുന്നതും. ധന്യ.